നമുക്കൊന്നൊരു നെല്ലിക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ നെല്ലിക്ക ആദ്യമേ കഴുകി വൃത്തിയാക്കി ആവിയിൽ വെച്ച് പുഴുങ്ങി അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് എടുത്തു വച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതിന് മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മസാലയ്ക്കായി ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായപ്പൊടി, ഉലുവാപ്പൊടി, ഈ സാധനങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ചീനിച്ചട്ടി വെച്ച് കടുകെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കടുകെണ്ണ ഒഴിച്ച് തിളയ്ക്കുമ്പോൾ നമുക്ക് എരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കരിയാപ്പിലയും വെളുത്തുള്ളിയും ഇട്ട് മൂപ്പിച്ചതിന് ശേഷം മറ്റുള്ള മസാലകളൊക്കെ ചേർത്ത് നമുക്ക് കൂട്ടിയെടുക്കാം. ഇതിനകത്ത് ഞാൻ വിനാഗിരിയോ പ്രിസർവേറ്റീവോ യാതൊന്നും ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന കൂടുതൽ നാൾ വെച്ചേക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാൻ വേണ്ടിയുള്ള അച്ചാറാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വഴറ്റാം. ഞാനുണ്ടാക്കുന്നത് കുറച്ച് എരി കുറച്ചുള്ള നെല്ലിക്ക അച്ചാറാണ്. എന്ന് പറഞ്ഞ് വീട്ടിലുള്ളവർക്ക് എരി കുറച്ച് മതിയുള്ളതുകൊണ്ട് ഞാൻ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. പച്ചമുളകും ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. ഞാനൊരു 200 ഗ്രാം കടുകെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കടുകെണ്ണ എപ്പോഴും അച്ചാറിന് നല്ലതാണ്, കേടുമാവത്തില്ല. നല്ലെണ്ണയും ചേർക്കാം, നല്ല കടുകെണ്ണയും ചേർക്കാം. ഇനി നമുക്ക് തീ അണച്ചതിന് ശേഷം നല്ല എടുത്തു വച്ചിരിക്കുന്ന കായപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ മുളക് പൊടി അധികം ഞാൻ എടുത്തിട്ടില്ല. എരിവ് കുറവ് മതിയുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ള. ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടെ മുളക് പൊടി ചേർക്കാവുന്നതാണ്. 1 കിലോ നെല്ലിക്കയുണ്ട്, അതിനൊരു 50-60 ഗ്രാം മുളക് പൊടി ചേർക്കാവുന്ന. ഞാനൊരു 30 ഗ്രാം മാത്രമേ ചേർത്തിട്ടുള്ളൂ. എരി കുറവ് മതിയുള്ളതുകൊണ്ട്. ഇനി അത് നല്ലതായിട്ടൊന്ന് മൂത്തതിന് ശേഷം അല്പസമയം തണുക്കട്ടെ. തീ ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ മസാലപ്പൊടിയൊക്കെ ഇട്ടത്. തീ ചാലുവാക്കി വെച്ചിരുന്നാൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് തണുത്തതിന് ശേഷം, അധികം തണുക്കണ്ട, സ്വല്പം തണുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്കകത്ത് ഞാൻ സ്വല്പം ഉപ്പും മഞ്ഞളും ഇട്ടൊന്ന് ഇളക്കി വെച്ചേക്കുമായിരുന്നു കുറേ നേരം. അതിനകത്തോട്ട് ഈ മസാലയും കൂടെ ചേർത്ത് വൃത്തിയായിട്ട് ഇളക്കിയെടുക്കുക. നല്ലതായിട്ട് മസാലയെല്ലാം അതിനകത്ത് പിടിക്കത്തക്കോണം 1-2 മിനിറ്റ് ഇളക്കി കൂട്ടി വയ്ക്കുക. ഇതിപ്പോൾ ചെറിയ ചൂടുണ്ട്, ചൂട് മാറുവാൻ തക്കോണം നമ്മൾ പുറത്ത് വെച്ചേക്കണം. ഞാൻ ഒരു നൈറ്റ് മൊത്തം പുറത്ത് വെച്ചതിന് ശേഷമാണ് കുപ്പിയിൽ നിറച്ചത്. അപ്പോൾ എണ്ണയും മുളക് പൊടിയെല്ലാം നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഉപ്പ് പൊടി ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഇത് നമുക്ക് ഷുഗറോ പ്രഷറോ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് കൂട്ടാൻ പറ്റിയ നല്ല ഒരു അച്ചാറാണ്. യാതൊരു വിനാഗിരിയോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. അതുകൊണ്ട് നമുക്കെപ്പോഴും അസുഖങ്ങളുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അച്ചാറാണിത്. അപ്പോൾ ഞാൻ ഒരു ദിവസം കൂടെ കഴിഞ്ഞ് ആണ് ഇത് എടുത്ത് കുപ്പിയിലൊക്കെ നിറച്ച് വയ്ക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തു. എണ്ണയും അരപ്പും മസാലകളൊക്കെ നല്ലതായിട്ട് പിടിച്ചതിന് ശേഷമാണ് ഞാനിത് കുപ്പിക്കകത്ത് നിറച്ച് വെച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.